സാമ ഒന്ന് നിർത്തടാ. അവനൊരു പാവ നാടകം. വാ ഒന്ന് ചായ കുടിക്ക്. എന്നടി അവനോട്. എടാ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അതിപ്പോൾ ഒരുപാടുണ്ടല്ലോ. എന്താ അത് പറ. എനിക്ക് ഈ തൂങ്ങി മരിക്കണോ? പോടാ. അല്ലേ എനിക്ക് മേളിൽ പോണോ? അതല്ല, എനിക്ക് ആവശ്യത്തിന് പൊക്കമല്ല. അതാ. ഓഹോ, എടാ തളത്തിൽ ദിനേശിന് വിമൽ സാറിലുണ്ടായ മോനെ. തളത്തിൽ ഗണേശനോ? അതാരാ? എടാ സാമെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് ഒരു 5-5.5 അടി ഉയരത്തിലാണ് ഇപ്പോൾ നീ നിൽക്കുന്നത്. അതായത് ഒരു ശരാശരി മനുഷ്യൻ്റെ പൊക്കം. എടാ അത് കൂടുതൽ പൊക്കമൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമില്ലടാ. നിനക്ക് മനസ്സിലായാൻ പറഞ്ഞത്? അല്ല നിനക്കിപ്പോൾ പെട്ടെന്ന് DIG നിനക്ക് മനസ്സിലായില്ലേ? എടാ ഇവന് ആകാശിനേക്കാളും പൊക്കം കുറവാന്ന്. അതാണ് പ്രശ്നം. അതാണ് തളത്തിൽ ദിനേശൻ എന്ന് പറഞ്ഞല്ലേ? എനിക്കത് മനസ്സിലായില്ല. ബെസ്റ്റ്. എടാ നിന്റെ തലയിലെ കുശുമ്പും അസൂയയും കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുക. അതിന് വേറെ മരുന്നൊന്നുമില്ല. എടാ ഇത് നിങ്ങക്ക് മനസ്സിലാവാത്തോണ്ടാണ്. അവൾക്ക് നല്ല മാറ്റമുണ്ട്. അതെ, അവൾക്ക് ആരൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് നന്നായിട്ട് അറിയാം. നീ നിന്റെ പണി നോക്കി പോയടച്ചക്ക. എക്സാക്ട്ലി. എടാ അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ദിവ്യ നല്ല കറക്റ്റായിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നങ്ങളല്ലാണ്ട് വേറൊന്നും പറയാനില്ലേ? എടാ പൊട്ട, പ്രശ്നങ്ങൾ പറഞ്ഞാലല്ലേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാ പിന്നെ പറ. കാര്യം ശരിയാണ്, ദിവ്യ നല്ല സെൻസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ്, നമ്മുടെ സ്വന്തം കുട്ടിയാണ്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. നീ അവനെ കണ്ടല്ലേ? ഹൈറ്റിന് ഹൈറ്റ്, ലുക്കിന് ലുക്ക്, ക്യാഷിന് ക്യാഷ്. അതൊന്നും പോരാത്തതിന് നല്ല ശബ്ദം, അവളുമായിട്ട് കൊട്ടക്കണക്കിന് നൊസ്റ്റാൾജി. ഇതൊക്കെ മതി. എന്തിന് വളയ്ക്കാൻ. ആരെ? ആരെ പറ്റിയാടാ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദിവ്യ. അവളെ തന്നെ. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യും? എടാ ഇടയ്ക്കിടയ്ക്ക് നീ അവളുടെ ഒരു റൊമാൻറ്റിക് ബോയ് ഫ്രണ്ടാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പെരുമാറണം, സട്ടിലായിട്ട്. എങ്ങനെ? അതൊക്കെ നിന്റെ ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചേച്ചി? എടാ എനിക്കൊന്നും ചെയ്ത വലിയ ശീലമില്ലടാ. ഒന്ന് പറഞ്ഞാ പ്ലീസ്. ഈ ടെഡി ബെയറൊക്കെ ഭയങ്കര ക്ലേശയല്ലേ? പോടാ, ടെഡി ബെയറിൽ തൊട്ട വിവരം അറിയും മോനെ. ഓൾഡ് ഐഡിയ ഇസ് ഗോൾഡ് ഐഡിയ, അത് മറക്കരുത്. എടാ നീ ഒരു കാര്യം ചെയ്യും, നീ നിങ്ങളുടെ പാർട്ടി സ്റ്റോറിൻ്റെ അഡ്രസ്സിലേക്ക് അവളുടെ പേരിൽ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യുക. എന്നിട്ട് നീ ഒന്നും അറിയാത്ത പോലെ സ്റ്റോറിൽ ചെന്ന് നിൽക്കുക. സ്റ്റോറിൽ വേറെ ആരും ഇല്ലാത്ത സമയത്ത് കൊറിയറായിട്ട് ഈ ഗിഫ്റ്റ് വരുന്നു. ദിവ്യ ആ പാർസൽ തുറക്കുന്നു. അതിനകത്ത് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്, കൂടെ നിന്റെ മെസ്സേജും. ഉസ്താദ് ഫ്ലാറ്റ്. എന്നിട്ട് ഇങ്ങനെ ചിരിക്കരുത്, അപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്യും. മനസ്സിലായി? ഓ കൂട്ടത്തിൽ ഒരുത്തം മാത്രം നന്നായിട്ടിരുന്ന എങ്ങനെ ശരിയാവും? ഓക്കെ അടിപൊളി. ഇത് എവിടത്തെ ഏർപ്പാടാണോ? ഒരു മാസം മുമ്പ് ലിസ്റ്റ് ഇട്ട് തന്നല്ലേ ഞാൻ, അല്ലേ? എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് സാധനം അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലേ? കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു സംഭവം. 2 ജൂനിയേഴ്സ് ഞാൻ ചോദിച്ചു, ഇവർ 2 ജൂനിയേഴ്സ്. എന്നിട്ട് ഞാൻ എന്റെ പിള്ളേരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കുന്നത്? ജോഷി എന്തൊന്നും മിണ്ടാത്ത എന്തിപ്പ ശരിയാക്കി തരാന്ന്? ഒന്ന് പോയടോ കൺമുന്നിന്ന്. ഒരു പണി വാങ്ങിക്കൊണ്ട് എന്താ ചെയ്യാ? ഇക്ക അമരിപ്പോ ഒന്ന് പറയാ, പഴയ മോഡൽ ടൈപ്പ് റൈറ്റർ കിട്ടാനില്ല. എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും. തന്റെ കുഴപ്പം ഇതൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമായിരുന്നു. ചെയ്തതാണത്. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഷോർട്ട് ആകുമ്പോൾ എനിക്ക് സാധനം കിട്ടണം. മനസ്സിലായല്ലോ? ഞാൻ റെഡിയാക്കാം. നോക്കട്ടെ. ഇവിടെ തനിക്ക് ഷോർട്ടിന് ഇമ്പോർട്ടൻസ് അറിയത്തില്ലേ? അറിയാം. എന്നിട്ടാണോ 2 ദിവസം മുമ്പ് പ്രോപ്പർട്ടി ലിസ്റ്റ് കിട്ടിയപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ? അല്ല അവന്മാർ എന്നെ അറിയിച്ചില്ല. അത് ജയ, തനിക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു എക്സ്ക്യൂസ്. ജീവൻ സാറിന് ജ്യൂസ് കിട്ടില്ല. മറ്റൊരിടത്തും പോകാൻ പറ. എടാ നീ ഇമാരി വള്ളിയൊന്നും പിടിക്കണ്ട, അതൊക്കെ പ്രൊഫഷണൽ പിള്ളേർ നോക്കിക്കോളും. ശരി ചേട്ടാ. എന്താടാ ദേഷ്യപ്പെട്ടില്ല? എങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ ദേഷ്യപ്പെടാണ്ടിരിക്കാൻ പറ്റിയ സമയം ചോദിക്കി. ഈ വിൻറ്റേജ് ടൈപ്പ് റൈറ്റർ ഞാൻ കൊണ്ടുവന്നാൽ മതിയോ? നിന്റെ ഉണ്ടോ? നോക്കട്ടെ. ഇത് മതിയല്ലോ. നിന്റെ ഉണ്ടോ? സാർ ചോദിക്കുന്നുണ്ടോ? മനസ്സിലായോ? നിന്റെ ഫ്രണ്ടിന്റെയോ മറ്റാരുടെയും കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പിന്നെ കിട്ടില്ലെന്നോ മറ്റോ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള സോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. ഇല്ല, ഇത് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, സ്വന്തം സാധനം. പോയി എടുത്താൽ മാത്രം മതി. നീ പോയി എടുത്തിട്ടോ?
ഹാ ഓക്കെ ഉറപ്പാണല്ലോ അല്ലേ? ആ ഉറപ്പായിട്ടും ജയ, റെഡിയാക്കി എടുത്തു തരട്ടെ ആ അതങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നെ സ്വഭാവം മാറാൻ പോകുന്നു. ഇല്ല എനിക്കറിയാം എൻ്റെ ഉണ്ടാവും എനിക്കറിയാം കിട്ടിയാൽ മതി. ഹലോ സാർ. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ സാർ. ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്തോളാം. ഓക്കെ സാർ. ഓക്കെ. ദിവ്യ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? വിളിച്ചു നോക്കാം. ഹലോ, ഇത് ദിവ്യയുടെ നമ്പറല്ലേ? അതേലോ. നിങ്ങളാരാ? നിങ്ങളാരാണ്? ഞാൻ ആകാശ്, ദിവ്യയുടെ ഫ്രണ്ടാണ്. നിങ്ങളാരാ? ഞാൻ ആരാണെന്നതിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഓ സാം, ദിവ്യയുടെ പാർട്ട്ണർ. ദിവ്യ ഇല്ലേ അവിടെ? ദിവ്യ കുറച്ച് ബിസി ആണല്ലോ. അല്ല, ഫോണൊന്ന് കൊടുക്കാവോ? ആൾക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തിരുന്നു. ഫുഡ് മേടിച്ചു കൊടുക്കാൻ നീ ആരാണ്? എല്ലാം മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് പൊക്കോണം. അല്ലാതെ പെട്ടാ നിരങ്ങാൻ നിന്റെ അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? 5 മിനിറ്റ് കൂടുതൽ എന്നെ അവിടെ കണ്ടാൽ മുട്ട് കളയാൻ തരും. ഹലോ ഹലോ. ഹലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ സാം, ശരി. നീ വാതിലിങ്ങനെ തുറന്നിട്ടുണ്ട്. ഇവരൊക്കെ എവിടെ പോയി? എടാ DIG. നീ എന്തിനാ മുന്നറിയിപ്പില്ലാണ്ട്? എടാ ഒന്നുമില്ലടാ, ഒരു അത്യാവശ്യത്തിന് വന്നാ. ഇവിടെ ഉണ്ടാ. ഇവ കൂടെ സിനിമ ചാൻസ് കൊടുക്കാൻ വന്നായിരിക്കും അല്ലേ? അതിലൂടെ എനിക്ക് ടിപ്പൂന് വേണം, ഷൂട്ടിനാണ്. അയ്യടാ, ഇനി ടിപ്പൂനെ കൂടെ കൊണ്ടുപോയി സോംബിയാക്കാൻ ഞാൻ സമ്മതിക്കണം. അതിനൊന്നും നല്ലടാ സാധനം അവിടെ. അതവിടെ ഇരിപ്പില്ല. എവിടെ എവിടെ? എന്റെ അടുത്താണ് ചോദിക്കുന്നത്. നിന്റെ സാധനമല്ലേ ടിപ്പ് എവിടെ? നിന്റെ ടിപ്പായിരുന്നാ? നീ കണ്ട? ഇന്ന് രാവിലെ ഇതിൽ ഇറങ്ങി പോണ്ടായിരുന്നു. ഇത് നിന്റെ ചളിയാക്കാനുള്ള സമയമല്ലത്. എടാ സാധനം എങ്ങനെയെങ്കിലും നോക്കിയെടുക്ക്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഷോട്ടിനത് വേണം. ഞാനാണെങ്കിൽ പണ്ടാരം പറഞ്ഞ് ഏറ്റവും പോയി. ഇനി ബേബി ചേച്ചി എവിടെയെങ്കിലും എടുത്തുണ്ടാവോ? ബേബി ചേച്ചി, ബേബി ചേച്ചി, ബേബി ചേച്ചി, ബേബി ചേച്ചി. ബേബി ചേച്ചി ഒന്നും വന്നിട്ടില്ല. അതെന്താ? എടാ നീ ഫോൺ എടുത്ത് വിളിക്ക്. നീ ഡയലേ. ഇടതൊക്കെ ഞാൻ വിളിച്ചോളാം. നിങ്ങളൊരു പണി, എല്ലാ മുറിയിലൊന്ന് കയറി നോക്കിയേ. നീ അവിടെ ചെല്ലുതേ, ഇവിടെയൊക്കെ കയറി നോക്കിയേ. അവി, എന്താണ്? ഒരു ഡൗട്ട്. നമ്മുടെ വീട് മുഴുവൻ വേസ്റ്റ് ആണെന്നും പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവുമെന്നും ആക്രിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ എടുത്ത് കൊടുക്കണമെന്നും ബേബി ചേച്ചി പറയണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു. അയ്യോ ടിപ്പ് മതിയടാ. ഒരു ദിവസം മൊത്തം ഇവിടെ കിടന്ന് ടിപ്പ് ഒന്നും പറഞ്ഞ് കരഞ്ഞ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചതല്ലേ. ബാ സ്ക്രാപ്പ് യാർഡിലേക്ക് പോവാം. ബാ. യു ബിൻ ആക്രിമറ്റം? അതെ. ഒരു മിനിറ്റ്, എന്താണ്? ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. ഓ ഇനി ഇതിന്റെ ഇടയിലാണ് അവര്. അവി, എന്താടാ? വേറൊരു പ്രശ്നമുണ്ട്. പറ. ഇത് പൊട്ടിപ്പോയി. അതെ, ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുമ്പോൾ ഒരു 50% അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യേണ്ടതാ. ഓ ഐ എം സോ സോറി. ഞാൻ ആ കാര്യമേ മറന്നുപോയി. ഇതാ ഇതെന്താ? ചെക്ക്, അഡ്വാൻസ് പേയ്മെന്റ്. എന്റെ ദൈവമേ, ഞാനൊരു തമാശ പറഞ്ഞതാ മാഷേ. ഹേയ്, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, കമ്പനി പേയ്മെന്റാ. പ്യുവർലി ബിസിനസ്. ഇത് ഐശ്വര്യമായിട്ട് മേടിച്ചോ. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്, ദിവ്യ, ഞാനാണ്. ഒരു കൊറിയർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്യണേ. ഇവിടെ. ശരി, താങ്ക് യു. പോട്ടെ. ഇതെന്താ? എന്തെങ്കിലും സാമ്പിൾ സ്റ്റോക്ക് ആയിരിക്കും. ഓ
ആക്ച്വലി സാം ഫിലിം കാണാറ് പോലും ഇല്ല. ആണോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാടാ? എങ്ങനെയാണ് കണ്ടുപിടിക്കണം? ഒരു സാധനം സൂക്ഷിക്കാറിയാതെ നിന്നേക്കാം. അത് ഞാൻ അറിഞ്ഞ പെണ്ണുമ്പളം എടുത്തു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ കടലിലിറങ്ങി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരു പണി ഞാൻ ചോദിച്ചിട്ട് വരാം. പോയി നോക്ക്, കാശ് വല്ലതും വേണേ കൊടുത്തേക്ക്. എന്തോ എടാ കൊടുക്കടാ, ഇപ്പം ഇനി അതിൻ്റെ കണക്ക് പറയല്ലേ. ശരി. ഓ എന്താണ് ഡാ ഇത് ഇത്? ഒന്ന് പൊയ്ക്കടാ. എടി ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ എന്ത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? വാടകയ്ക്ക് എടുത്താലാ കിട്ടോ? നിനക്ക് വാടക എടുത്തിട്ട് സിനിമ കാണുന്ന മതി അല്ലേ? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തന്നിട്ട് വാടക എടുക്കുക. എന്താ ചെയ്യും? അയ്യോ ആ ചേട്ടാ, ഇപ്പം ഇറങ്ങും. ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കാം. 10 മിനിറ്റ് ഇതേ അങ്ങോട്ട് വരാനുള്ള സമയം, അത്രേ ഉള്ളൂ. ആ ഇനിയെങ്കിലും നിർത്തൂ ഈ ആൾക്കാർ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുന്നത്. ഷോ എന്ന് പറയരുത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ടിപ്പുനെ അന്വേഷിക്കുന്നത്. അയ്യടാ, അതൊക്കെ ഞാൻ കണ്ട്. നീ എന്തുണ്ട്? ഞാൻ ഓഫീസിൽ പോയ സമയത്ത് നീ അപ്പുറത്തെ ഹോട്ടലിൽ പോയി മുങ്ങിയില്ലടാ. അത് പിന്നെ മനുഷ്യനെ വ്യസനം എന്ത് ചെയ്യും? നിന്റെ ഷൂട്ടിംഗ് എന്ന് വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇന്ന് ടിപ്പുനെ കൊണ്ട് അവിടെ ചെന്നില്ലെങ്കിൽ ഇന്നത്തോടെ എൻ്റെ ആരും ബാക്കപ്പ് ആവും. ചേട്ടാ എങ്ങാനും ബേബി ചേച്ചി ഇത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തതാണോ? വേറെ ആർക്ക്? ചേട്ടാ നമ്മൾ പോയി നോക്കിയത് ഈ സ്ക്രാപ്പ് കൊടുക്കുന്ന സ്ഥലത്തല്ലേ. ഈ നോർത്ത് ഇന്ത്യൻ പയ്യന്മാർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ശീലമുണ്ട്. അവരാരെങ്കിലും ഇത് മേടിച്ചിട്ട് നമ്മുടെ ഈ ആൻറ്റിക്കൊക്കെ വിൽക്കുന്ന ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ സെറ്റിൽ കൊണ്ടുവരാന്ന് പറഞ്ഞും പോയി. ഇനി ഇല്ലാണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാവും. നിനക്ക് അതാണല്ലോ പ്രശ്നം. ടിപ്പു എവിടെയാണോ? ഒരു സെക്കൻഡ്, ചേച്ചി മുകളിലുണ്ട്. ചേച്ചി വെളിവൊക്കെ പോയാ? എന്റെ ചേച്ചി ഞാൻ എത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ വീട്ടിൽ ഫോൺ വെച്ച് പറഞ്ഞു. നിനക്ക് കുടിക്കാൻ തരം വേണോ? ചേച്ചി അതൊന്നും വേണ്ട. ടിപ്പു എവിടെ? എന്തിനിപ്പോ ടിപ്പു? ചേച്ചി ഒരു അത്യാവശ്യം വേണ്ടിയായിരുന്നു, പറ. ഇനി ആർക്കെങ്കിലും എടുത്ത് കൊടുത്താ? അയ്യടാ, ഇത്രയും കാലം ഇവിടെ പൊടി പിടിച്ച് കിടന്നപ്പോ ആർക്കും വേണ്ടായിരുന്നു ടിപ്പു. അത് പോട്ടെ ചേച്ചി, ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. അതെവിടെ? വാ വാ. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറകെ തിരക്കി പറഞ്ഞ് നടന്നു. എവിടെ? എവിടെ? അതെ, 2 ദിവസം മുമ്പ് ഒരു ഹിന്ദിക്കാരൻ ചെറുക്കൻ വന്നിരുന്നു ആക്രി ഉറക്കാൻ. എന്നിട്ട് ഞാൻ കുറെ പത്രം, അടുക്കളയിലെ വേണ്ടാത്ത കുറെ പാത്രം എടുത്തു കൊടുത്തു. ആ ചേച്ചി ടിപ്പു എന്തിയേ? കിടന്ന് പടയ്ക്കാതെ ഇറക്കാം അവത്തെ ടിപ്പു. താണ്ടെ താണ്ടിരിക്കും. മോനെ DIG, നിനക്ക് ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ നീ ആ സാധനത്തെ മൈൻഡ് ചെയ്തോ? എത്ര ദിവസം ഇതിവിടെ പൊടി പിടിച്ച് കിടന്ന്. എനിക്കത് കണ്ടപ്പോൾ സഹിച്ചില്ല. സാരമില്ല, മനുഷ്യരുടെ കാര്യമല്ലോ അങ്ങനെയാടാ. പുതിയത് കിട്ടുമ്പം പഴയതിനെ അങ്ങ് മറക്കും. മാറു മോനെ. കഴിഞ്ഞെങ്കിൽ താടാ. രാവിലോട്ട് മനുഷ്യൻ ഇതിന്റെ പുറകെ കിടക്കണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ടൈപ്പ് റൈറ്ററും വെച്ച് കുറെ ഓവറാക്കി. സെൽഫിഷ് പീപ്പിൾ. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇന്ന് എനിക്കത് സെറ്റിൽ ചെയ്യണം. എങ്ങനെ എന്താ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ സർപ്രൈസ് കൊടുക്കാന്ന് കരുതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഫ്രണ്ടല്ലോ. എന്നാ വീട് മനസ്സിലായി. കൈയൊന്നും എടുക്കാവോ? എന്താ ഇവിടെ കാര്യം? ആള് മാറിപ്പോയെന്ന് പറഞ്ഞു. അതെ, ആള് മാറിപ്പോയി. ശരിക്കും ആരെയാ ഉദ്ദേശിച്ചത്? ശരിക്കും ഉദ്ദേശിച്ച ആളെല്ലാം കിട്ടിയില്ല. വാടാ നമുക്ക് പോവാം. അല്ല, അപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ലേ? പർച്ചേസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. വാ പോവാം.
സാം എന്ത് കോപ്പറായി കാണിക്കണേ? ഞാനെന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ആള് മാറിപ്പോയല്ലേ? പിന്നെ ആള് മാറിപ്പോയി. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കല്ലേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാമിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളായിരുന്നു സാം. ഇപ്പൊ ഓരോരോ വേഷം കെട്ട് കാണുമ്പോ ഉണ്ടല്ലോ, ആക്ച്വലി സാമിന് എന്താ പറ്റിയേ? എന്താ സാമിന്റെ പ്രശ്നം? എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ഓവർ പോസസീവ് ആവുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ദിവ്യക്ക് വെറുതെ തോന്നുന്നതാണ്. സാമിന് ആരൊക്കെയോ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കേട്ടാ. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റൂല. ആ പിന്നെ ലോക മണ്ടന്മാരെ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുള്ളൂ. എന്തായാലും സാമിന്റെ അടുത്തൊന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ അല്ലേ? ചേട്ടാ അവിടെ ഇരിക്കും. ജേട്ടാ, ആ ആ ടൈപ്പ് റൈറ്ററിന്റെ യൂസ് കഴിഞ്ഞായിരുന്നോ? ആടാ അത് കഴിഞ്ഞു. താങ്ക്സ് കേട്ടോ, നീ കാരണം രക്ഷപ്പെട്ടു ഒന്ന്. അല്ല, ആ ഒരു ഷോട്ടിന് വേണ്ടിയാണ് അത് കൊണ്ടുവരാൻ പറഞ്ഞത്. അതെ, എന്തേ? ആ ഷോട്ടിൽ സാധനം കാണുന്ന പോലും ഇല്ലല്ലോ. അതില്ലടാ, പക്ഷെ അതുണ്ടെങ്കിലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ, അതാണ്. ആ ഫീലിന് വേണ്ടിയാണ് അത് കൊണ്ടുവന്ന് വെച്ചത്. അതിന്റെ കീസ് ഒന്നും കാണുന്നില്ല സ്ക്രീനിലോട്ടും. നമുക്കൊരു ബോക്സ് എന്തെങ്കിലും എടുത്ത് വെച്ചാൽ പോരെ എന്നാ. അവിനാശേ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 10-15 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം. ഇന്ന് വരെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് റോൾസ് ഇല്ലേ, ബാക്കി കൂടി അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ, ആ പരിപാടി അല്ലാതെ നല്ലൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോഴാണ് നിന്റെ ഒരു ടൈപ്പ് റൈറ്റർ. ഇത് സിനിമയാണ് അവിനാഷ്, ഇവിടെ ഇങ്ങനെയാണ്. ഞാനൊന്നും പറഞ്ഞില്ല. അടുത്ത ഷോട്ട് റെഡി, വാ. നീ ചെല്ല്, ഞാൻ വന്നോളാം. ഡാ ദിവ്യ, എനിക്ക് അറിയില്ലായിരുന്നുടാ. അവനിങ്ങനെയൊക്കെ പെരുമാറുന്ന എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശരി ട്ടാ, ബൈ. നീ ആ സ്റ്റോറി പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന്? എന്താടാ എന്താടി? ആ ദിവ്യ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റോറി പോയിട്ടേ ഏതോ ഒരാളെ തല്ലാൻ ചെന്നൂന്ന്. ഇവനാ? ആ അയ്യേ, തല്ലാൻ ചെന്നൊന്നുമല്ല, ആള് മാറിപ്പോയി. അതും അവള് പറഞ്ഞു. നീ വേറെ ആരും ഉദ്ദേശിച്ചെന്ന്. നീ ആരാ ആക്ച്വലി ഉദ്ദേശിച്ചത്? ഡാ, നീ മിണ്ടാണ്ടിരുന്നോ? എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? ഇന്ന് അവനെ അവൾക്ക് വേണ്ടി പൊക്കും തേങ്ങയും മാങ്ങയൊക്കെ കൊറിയറിയിപ്പിച്ചു അവള് പറഞ്ഞു. അതുമായിട്ട് എനിക്ക് എന്ത് ബന്ധം? എടാ, ഇമ്മാതിരി ഊള ഐഡിയാസ് ഒക്കെ നിന്റെ താടിയിലേ വരുള്ളടാ. പോടി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവനാ എന്നോടെല്ലാം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ള സത്യമാണ്. കണ്ട 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 എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവന്റെ ഉണ്ടായിരുന്ന വില പോയില്ലേ? ഓ, എല്ലാ കൂട്ടത്തിലും കാണും ഇതുപോലെ ഒരുത്തൻ. കൂട്ടുകാരന് ഒരു ഊള ധൈര്യം കൊടുക്കാനായിട്ട്. എന്നിട്ട് അവന്റെ ജീവിതം അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞോളൂ. ഇതാണ് ഈ നാട്ടിൽ ഒരാളെയും സഹായിക്കാൻ പാടില്ല. സാമേന് നീയായി നിന്റെ പാടായി. എടാ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ സ്കൂട്ടാവാൻ നോക്കണം. എന്റെ മമ്മ എപ്പോഴും പറയും. നിന്റെ മമ്മി എന്ത് പറഞ്ഞു? നിന്നെ പോലുള്ളവരോട് കൂട്ടുകൂട്ടരുതെന്ന്. ഞാൻ കേട്ടിട്ടില്ല, അതാണ് ഇപ്പൊ. അവൻ സാംബോയ്. എടാ DIG, നീ ഈ മഹാപാപൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയൂടാ? ഓ, ഇപ്പൊ എല്ലാം കൂടി എന്റെ നെഞ്ചത്തൊക്കെ ആയല്ലേ. ഞാൻ ഇവനോട് ബൊക്കയും മാലയും കൊടുക്കാൻ പറഞ്ഞുള്ള സത്യമാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആരുടെയും മെക്കിട്ടാറെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനാ പറയണേ? നീ രാവിലെ ഇരുന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കണതേ ഞാൻ കേട്ടതാ. നീ കേട്ടാ? ആ, ഞാൻ കേട്ട്. നീ കേട്ടാ? ഞാൻ കേട്ട്. നീ കേട്ടാ? കേട്ടതാ. എന്നാ പിന്നെ സോറി, ഞാനൊന്നും പറഞ്ഞില്ല. എടാ സാമേ, നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ, നിനക്ക് അവളെ ഇഷ്ടാണെങ്കിൽ നീ നേരിട്ട് പോയി പറയണം. സ്വന്തം അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും തുറന്നു പറയണ ആണുങ്ങളെ ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. എടാ, അവിടെ നിന്നുള്ള മറുപടി പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ബി എ മാൻ സാംബോയ്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. നീ മിണ്ടരുത്. നീ എവിടെ പോവാ? അവിടെ ഇരുന്നേ. പോയി പറയാൻ പോണു. ഓ, ഇപ്പഴല്ല പോയി പറയണ്ടേ. ഇപ്പൊ പോയി പറഞ്ഞാലേ അവള് നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കൂടാ. അതിനൊക്കെ ഓരോ സമയവും കാലവും ഒക്കെ ഉണ്ട്. ചാവേറാവാൻ നോക്കാണല്ലോ നീ. നീ പോടാ, നിന്നോട് ഞാൻ കൂട്ടില്ല. അല്ല, പിന്നെ അതിനകത്ത് വേറെ കാര്യം ഉണ്ടാ. നീ ആ ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല, അതാ പറ്റിയത്.